ഇന്നലെ രാവിലെ 8 മണിയോടെ പൊന്നാനി അഴീക്കൽ പുലിമുക്കിന് സമീപം കടപ്പുറത്ത് നായ്ക്കളെന്തോ കടിച്ചു വലിക്കുന്നത് കണ്ടാണ് പരിസരവാസികൾ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച ഒരു യുവതിയുടെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ്. മൃതദേഹത്തിന് മുകളിൽ മണൽ വാരിയിടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് പൊന്നാനി ഹാർബറിലെ പുനർഗേഹം ഫ്ളാറ്റിൽ താമസിക്കുന്ന ഫാത്തിമ എന്ന 22-കാരിയാണ് മരണപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്നത്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് രായമരക്കാർ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കൺമുന്നിലിട്ട് സ്വന്തം ഭാര്യയെ കൊല്ലാനുള്ള കാരണങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ 23-കാരൻ. കഴിഞ്ഞ ദിവസം രാത്രി കുഞ്ഞിനെയും ഫാത്തിമയെയും കൂട്ടി കാറ്റുകൊള്ളാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയ മുഹമ്മദ് ഇവരെ കടപ്പുറത്ത് ആരുമില്ലാത്ത ഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു. കടപ്പുറത്തേക്ക് വരുന്നതിന് മുൻപ് ഇവർ കർമ്മ റോഡിന്റെ പരിസരത്ത് ഏറെ നേരം സംസാരിച്ചിരുന്നതായും വിവരമുണ്ട്. പിന്നീട് അഴിമുഖത്ത് മണൽത്തിട്ടയ്ക്കടുത്തിരുന്നും ഏറെ നേരം സംസാരിച്ചിരുന്ന ഇവർക്കിടയിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതിനു പിന്നാലെ കുഞ്ഞിനെ അവിടെ കിടത്തിയ ശേഷം ഫാത്തിമ ധരിച്ചിരുന്ന ഷാൾ ഉപയോഗിച്ച് തന്നെ കഴുത്തിൽ മുറുക്കി മുഹമ്മദ് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം മൃതദേഹം മണലിട്ട് മൂടാനുള്ള ശ്രമവും നടത്തി. തുടർന്ന് കുഞ്ഞിനെയും എടുത്ത് പുലർച്ചെ 3-ഓടെ ഇയാൾ പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെ തന്റെ ഉമ്മയെ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. അന്ന് ഉച്ചയോടുകൂടി തന്നെ പോലീസ് ഇയാളെ പരപ്പനങ്ങാടിയിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളിയായ മുഹമ്മദ് 2 വർഷങ്ങൾക്ക് മുൻപാണ് ഫാത്തിമയെ വിവാഹം കഴിക്കുന്നത്. ഫാത്തിമയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന മുഹമ്മദിന്റെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. ഫാത്തിമയുടെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗവും മുഹമ്മദ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പേരിലും ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു എന്നും പറയുന്നു. കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയല്ല ഫാത്തിമയുമായി മുഹമ്മദ് ബീച്ചിലെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. വാക്കുതർക്കത്തിനിടെ ഉണ്ടായ പൊടുന്നനെയുള്ള പ്രകോപനമാണ് ഇതിന് പ്രേരിപ്പിച്ചത് എന്നും പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇരുവരും രാത്രി ഏറെ സമയം ബീച്ചിൽ ചെലവഴിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പലപ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഹമ്മദ് പലതവണ ഫാത്തിമയെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പാറശാലയിലും നടന്നത്. വ്ളാത്താങ്കര സ്വദേശിയും വ്ളോഗറുമായ അൽമ എന്ന യുവതിയെ ഭർത്താവ് വിഷ്ണുനാഥ് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനു പിന്നിലും ഭാര്യയുടെ അമിതമായ ഫോൺ ഉപയോഗവും സംശയവും തന്നെയായിരുന്നു കാരണം. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗം കുടുംബജീവിതങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം. പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരാളെ കൊലപ്പെടുത്താൻ ഒരിക്കലും മറ്റൊരാൾക്ക് അവകാശമില്ല. അത് സ്വന്തം ഭാര്യയായാലും മക്കളായാലും ആരായാലും. ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഭാവിയെപ്പോലും ഓർക്കാതെയാണ് അയാൾ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്നതും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.